ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5-6 മണിയായിട്ടുണ്ട് അവിടെ രാവിലെ. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ചെല്ലാനത്ത് പുതിയൊരു വോക്ക് വേ വന്നായിരുന്നു. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. നമ്മൾ അതിൻ്റെ ട്രെയിലർ വീഡിയോ ഇട്ടേച്ച് കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഷോർട്സിലെ ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, പോയിട്ട് കണ്ടു നോക്കുക. ഈ ഒരു ലോങ് ട്രിപ്പായി പോയി, മീൻസ് ഈ വീഡിയോ എടുത്തപ്പോൾ ഇച്ചിരി ലോങ് ആണ്. ഞാൻ കുറച്ച് ദൂരം കൂടുതലാണ് പോയത്. ലാഗ് അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അടിച്ച് കളയാം കേട്ടോ. അതൊന്ന് കുറച്ച് അധികം ദൂരം പോയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇരിക്കുന്ന ഇഷ്ടപ്പെടില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് അടിച്ചേക്കിട്ടോ. അങ്ങനെ സ്കിപ്പ് അടിക്കല്ലേ. ഇത് നമ്മൾക്ക് ഇപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിലെത്തിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും മോർണിംഗിൽ കഴിക്കണ്ടേ നടക്കാൻ പോകുന്നതിന് മുന്നേ. ആയിട്ട് നമ്മൾ അടുത്തുള്ളൊരു കടയിൽ കയറാം. അവിടുന്ന് 10 രൂപ വാങ്ങാം. അവിടുന്ന് നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് പോകുന്ന വഴി നല്ല നല്ല കാഴ്ചകൾ കിട്ടി. ഫസ്റ്റ് ഒന്നും നല്ല വ്യൂ, നല്ല കുക്കൊന്നും വന്നില്ല. പിന്നെ മുന്നത്തെ ഒരു ദിവസം വന്നപ്പോൾ നിറച്ചും കൊക്കുണ്ടായി, അതൊന്നും എടുത്തുമില്ല. അതായിരുന്നു പണി കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോവാം മുന്നോട്ട്. അങ്ങനെ കുറച്ചധികം ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു പള്ളീൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. ഇനി നമുക്ക് ഒന്ന് തൊഴുതിട്ട് വരാം. സൈഡിൽ നമുക്ക് തൊഴുതിട്ട് വരാൻ പറ്റുള്ളൂ. ഇതല്ല കേട്ടോ വണ്ടി അവിടെയുണ്ട് സൈഡിൽ. ഇവിടെ നോ എൻട്രി ആയതുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ തന്നെ തൊഴുതാനുള്ള ഭാഗമുണ്ട്, നമുക്ക് തൊഴാം കയറി നിന്നിട്ട്. നമ്മൾ തൊഴുത് കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ പോവുകയാണ്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഭാഗമൊക്കെ നല്ല ഭംഗിയുണ്ടായി, പക്ഷെ തിരിച്ചു വരുമ്പോഴാണ് പണി. ഇവിടെയൊക്കെ തിരക്കായിരുന്നു. ഇവിടെയല്ല, ആ കടകളിലേക്ക്. പിന്നെ നമുക്ക് ഒരിടത്തും കയറാനുള്ള ഇതുണ്ടായില്ല കേട്ടോ. അറ്റ് ലാസ്റ്റ് ഫൈനലി നമ്മൾ എത്തേണ്ട അടുത്ത് എത്തിയിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? അങ്ങ് അറ്റം വരെ കിടക്കുന്ന ഒരു പരന്ന് കിടക്കുന്ന വിശാലമായ സ്പേസാണ് ഗൈസ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ബീച്ചാണ്. നമ്മൾ പൊക്കത്ത് കയറാൻ അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. പൊക്കത്ത് കയറിയപ്പോൾ കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ള ബീച്ചല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോഴേ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാലോചിച്ച് നടക്കാനൊക്കെ പറ്റും. തിര അടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ നല്ലതാണ്. പക്ഷെ ഇടയ്ക്കുള്ള തിര നമ്മൾ ഇപ്പോൾ ഈ ഫെൻസിലും കിടന്നു വരും, അതെനിക്കറിയാം. പിന്നെ ഞാൻ ക്യാപ്ചർ ചെയ്ത ഒരു പരുന്തിനെ ക്യാപ്ചർ ചെയ്തതാണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത്. പെട്ടെന്ന് ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത് കേട്ടോ. കണ്ടതേ, അപ്പോഴാണ് ഞാൻ അവിടെ കണ്ടത്. കണ്ടോ, ഇപ്പോൾ കണ്ടപ്പോഴാണ് ക്യാപ്ചർ ചെയ്തത്. പിന്നെ അതേ വേറൊരു പരുന്ത് മരത്തിലിരിക്കുന്നത്. ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത് ഫസ്റ്റ് വിചാരിച്ച് അൺലക്കിയാണെന്നാണ്. പിന്നെ ഒരു ലക്കിൽ ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഇനിയുണ്ട് ക്യാപ്ചർ ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ കേട്ടോ. കൊള്ളാട്ടെ, ഇന്നത്തെ ട്രിപ്പ് നല്ല ഇതുണ്ട്. നല്ല സ്കൈലൈറ്റ് അടിപൊളിയായിരുന്നു. ഇനിയുണ്ട്, അങ്ങോട്ട് പോയിട്ട് അറ്റിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇനി വരുമ്പോൾ പാട്ട് കേട്ട് പോക്കലാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ കാണാം. അപ്പം തന്നെ ഞാൻ പാട്ട് കേട്ടിട്ട് വരാം. അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ഫോട്ടോസ് ഉണ്ടല്ലോ കുറച്ച്. It's in my chest, got me feeling some kind of way. I confess the rhythm takes over, no room to rest. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫോട്ടോസൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ 8 അറ്റത്തെ എഡ്ജിലെത്തി. മീൻസ് ഇപ്പുറത്തെ അറ്റത്തെത്തിയിട്ടുള്ളൂ. അപ്പുറത്തെ അറ്റത്ത് നമ്മൾ നേരത്തെ പോയതുകൊണ്ടായിരുന്നു കേട്ടോ. പറ്റുമെങ്കിൽ ആ ഒരു വീഡിയോയും കൂടി എടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് പാർക്കല്ലിൻ്റെ അപ്പുറത്തെ ആ കാണുന്നത് നമ്മുടെ ബീച്ചാണ്. ഈ ബീച്ചും ഉണ്ട്. അച്ഛനാണ് ഞങ്ങൾ കഥ പറഞ്ഞിരിക്കുന്നത്, അമ്മയാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ വരക്കുന്നു, മീൻസ് അഭിനയിക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടം. എനിക്ക് അങ്ങനെ ടൈം പാസ് ചെയ്യുന്ന ഇഷ്ടമല്ല വീഡിയോ എടുത്ത്.
പിന്നെ നമുക്ക് കുറച്ച് നേരം അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് അവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞു നിന്നേ. തിരിച്ച് നടന്നു കേട്ടോ. ഇനി നമുക്കിങ്ങനെ തിരിച്ച് നടന്നിട്ട് ചിലപ്പോൾ കടിക്കറും. വീഡിയോ ആയിരുന്നു, ഫോട്ടോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, എനിക്ക് പറയാനുള്ള ഒരു ലാസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വണ്ടിയിലിങ്ങനെ ഒന്ന് കുടുങ്ങിപ്പോയി അതെപ്പോഴുള്ള പരിപാടിയാണ് വണ്ടിയുടെ. പിന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും എൻ്റെ വീഡിയോ കാണുന്നതെന്നും പ്രതീക്ഷിക്കുന്നു, ഇഷ്ടമാവുന്നതെന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്തത്. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നേരം ബൈ.